കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ഒരു നാടോടി കഥയാണ്. ഈ കഥയുടെ പേരെന്താണെന്നറിയോ? ഉണ്ടനും ഉണ്ടിയും. പണ്ടു പണ്ടൊരു നാട്ടിൽ ഉണ്ടൻ എന്നൊരു മുത്തശ്ശനും ഉണ്ടി എന്നൊരു മുത്തശ്ശിയും ഉണ്ടായിരുന്നു. രസമുള്ള പേരല്ലേ, ഉണ്ടനും ഉണ്ടിയും. ഒരു ദിവസം അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വിറക് കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോയി. കാട്ടിൽ നിന്ന് വിറകെല്ലാം 2 വലിയ കെട്ടുകളായി കെട്ടി അതിലൊന്ന് ഉണ്ടൻ മുത്തശ്ശന്റെ തലയിൽ ഉണ്ടി മുത്തശ്ശി കയറ്റി വെച്ചു കൊടുത്തു. ഉണ്ടി മുത്തശ്ശിയുടെ തലയിൽ വിറക് കയറ്റി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി ഒരു പുലിയമ്മാവൻ വന്നു. പുലിയമ്മാവൻ അടുത്തെത്തിയപ്പോൾ ഉണ്ടി മുത്തശ്ശി ചോദിച്ചു, പുലിയമ്മാവ പുലിയമ്മാവ, ഈ വിറക് കെട്ടൊന്ന് തലയിൽ കയറ്റി തരാമോ? പുലിയമ്മാവൻ ചോദിച്ചു, ഉണ്ടി മുത്തശ്ശി വിറകെന്തിനാ? ഉണ്ടി മുത്തശ്ശി പറഞ്ഞു, അതോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അത് കേട്ടപ്പോൾ പുലിയമ്മാവന് കൊതിയായി. 10 ഉണ്ണിയപ്പം എനിക്ക് തരാമോ? എങ്കിൽ ഞാൻ വിറക് തലയിൽ കയറ്റാൻ സഹായിക്കാം. ഉണ്ടി മുത്തശ്ശി സമ്മതിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുലിയമ്മാവൻ വിറക് ഉണ്ടി മുത്തശ്ശിയുടെ തലയിൽ കയറ്റി കൊടുക്കുകയും ചെയ്തു. നടന്ന് 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 ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടി മുത്തശ്ശിയും വീട്ടിലെത്തി. നല്ല രസികൻ ഉണ്ണിയപ്പമുണ്ടാക്കി. 10 ഉണ്ണിയപ്പം പുലിയമ്മാവൻ എടുത്തു വെച്ചു. ബാക്കി ഉണ്ണിയപ്പം അവർ തിന്നു തീർത്തു. കുറേ നേരം അവർ പുലിയമ്മാവനെ കാത്തിരുന്നു. എന്നാൽ പുലിയമ്മാവനെ കാണുന്നില്ല. കാത്തിരുന്ന് നമ്മുടെ ഉണ്ടൻ മുത്തശ്ശന് കൊതി സഹിക്കാതായി. മുത്തശ്ശൻ എന്ത് ചെയ്തെന്നോ? പുലിയമ്മാവന് വെച്ചിരുന്ന ഉണ്ണിയപ്പത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. അപ്പോൾ ഉണ്ടി മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ ഒരു ഉണ്ണിയപ്പം എടുത്തില്ലേ, എന്നാ ഞാനും എടുക്കും. അങ്ങനെ ഉണ്ടി മുത്തശ്ശിയും ഒരു ഉണ്ണിയപ്പം എടുത്തു. അപ്പോൾ മുത്തശ്ശൻ ഒന്നുകൂടി എടുത്തു, മുത്തശ്ശിയും ഒന്നുകൂടി എടുത്തു. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ണിയപ്പവും തീർന്നു. അയ്യോ, ഇനി പുലിയമ്മാവൻ വന്നാൽ എന്ത് ചെയ്യും? ഇതോർത്ത് അവർ പേടിച്ചിരിപ്പായി. അപ്പോൾ അവർക്ക് ഒരു സൂത്രം തോന്നി. എന്താണെന്നോ? പുലിയമ്മാവനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടി മുത്തശ്ശിയും വലിയൊരു കെണി ഒരുക്കി. എങ്ങനെയാണെന്നറിയോ? വീടിന്റെ പടിക്കൽ കൊമ്പൻ കാളയെ നിർത്തി, മുറ്റത്ത് നായയെ കെട്ടി, ഉമ്മറത്ത് അമ്മിക്കെട്ട് തൂക്കി, തളത്തിൽ നെല്ലിക്ക പരത്തി, എണ്ണക്കുടത്തിൽ നീർക്കോലിയെ പിടിച്ചിട്ടു, കോവണിപ്പടിയിൽ കൊട്ടത്താളി പിഴിഞ്ഞൊഴിച്ചു, കിടക്കയിൽ കാരമുള്ള നിരത്തി, പായയിൽ നായക്കൊരണപ്പൊടി വിതറി, അടുപ്പിൽ ആണ്ടങ്ങയിട്ടു, കിണറുകല്ലിന്മേൽ ചീഞ്ഞ പാളയിട്ടു. എന്നിട്ട് ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടി മുത്തശ്ശിയും കൂടി തട്ടിൻപുറത്ത് കയറി ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ പുലിയമ്മാവൻ വന്നു. പടിക്കലെത്തിയപ്പോൾ കൊമ്പൻ കാളകുത്തി. ആവൂ, എന്നെ കാളകുത്തിയില്ലോ എന്നു പറഞ്ഞു മുറ്റത്തെത്തിയപ്പോഴേക്കും നായ കടിച്ചു. ബൗ 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 ബൗ. അവൂ, എന്നെ നായ കടിച്ചല്ലോ എന്നു പറഞ്ഞു വാതിൽക്കൽ ചെന്നപ്പോൾ അമ്മിയിൽ തലയിടിച്ചു. അയ്യോ, എന്റെ തലയും പോയല്ലോ എന്നു പറഞ്ഞു കരഞ്ഞുകൊണ്ട് അകത്ത് കിടന്നു. ഉണ്ണിയപ്പോണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ച് തളത്തിൽ കടന്നപ്പോഴേക്കും നെല്ലിക്കയിൽ ചവിട്ടി മറിഞ്ഞു വീണു. പിടഞ്ഞെണീറ്റ് അടുക്കളയിൽ ചെന്ന് വിളക്ക് കത്തിക്കാൻ അടുപ്പിലൂതി. ആണ്ടങ്ങട്ടോന്ന് പൊട്ടി കണ്ണുപോയി. അവോ, എന്റെ കണ്ണും പോയല്ലോ എന്നു പറഞ്ഞ് ഇത്തിരി കിടക്കാനായി മുകളിലേക്കോടി. കോണിപ്പടിയിൽ കൊട്ടത്താളി വഴുക്കി ചട്ടപ്പെട്ട തീം എന്ന് കീഴ്പോട്ട് ഉരുണ്ടു വീണു. ആവോ എന്നും പറഞ്ഞ് പായ നിവർത്തി കിടന്നു.
അപ്പോൾ നായക്കൊരണപ്പൊടി പുരണ്ട് മേലാകെ ചൊറിഞ്ഞു തുടങ്ങി. അയ്യോ! ഉടനെ എണ്ണ പുരട്ടാൻ എണ്ണക്കുടത്തിൽ കൈയിട്ടു. കയ്യിൽ നീർക്കോലി കടിച്ചു. അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് കിണറ്റിൻ കരയിലേക്ക് ഓടി. ചീഞ്ഞ പാള ചവിട്ടി കിണറ്റിലേക്ക് മറിഞ്ഞു വീണു. കിണറ്റിൽ കിടന്ന് പുലിയമ്മാവൻ നിലവിളിയോട് നിലവിളി. രക്ഷിക്കണേ, ഉണ്ടാ ഉണ്ടീ, ഓടിവായോ, ഞാൻ കിണറ്റിൽ വീണേ എന്ന് വിളിയോടെ വിളി. അപ്പോഴേക്കും തട്ടിൻ പുറത്ത് ഒളിച്ചിരുന്ന ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടി മുത്തശ്ശിയും ഓടി താഴെ വന്നു. ഈ കെണിയെല്ലാം അവര് വെച്ചതാണല്ലോ. എങ്കിലും അവർ കിണറ്റിന്റെ അടുത്തേക്ക് വന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യോ പുലിയമ്മാവ, ഇതെന്താ ഉണ്ണിയപ്പം കഴിക്കാൻ വന്നിട്ട് കിണറ്റിൽ കിടക്കുന്നത്? ഉണ്ടാ ഉണ്ടി, എന്തു പറയാനാ, ഞാനിവിടെ വന്നപ്പോ മുഴുവൻ ആകെ പ്രശ്നമാണ്. ദേ ഇപ്പൊ കിണറ്റിലും വീണു. എന്റെ കഥ ഇപ്പൊ കഴിയുന്നാ തോന്നുന്നേ. എനിക്ക് ഉണ്ണിയപ്പവും വേണ്ട, ഒന്നും വേണ്ട. ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മാത്രം മതി. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കോ? കരഞ്ഞുകൊണ്ട് നമ്മുടെ പുലിയമ്മാവൻ ചോദിച്ചു. എന്തായാലും പുലിയമ്മാവൻ ഉണ്ണിയപ്പം വേണ്ടാന്ന് പറഞ്ഞല്ലോ. എന്നാ പിന്നെ നമുക്കിനി പുലിയമ്മാവനെ അങ്ങ് രക്ഷിക്കാം. കാട്ടിൽ വെച്ച് നമ്മളെ സഹായിച്ച ആളാണല്ലോ. അപ്പോൾ ഉണ്ടിമുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയൽക്കാരെ കൂടെ വിളിക്കാം. എന്നിട്ട് എല്ലാവർക്കും ചേർന്ന് പുലിയമ്മാവനെ കരയ്ക്ക് കയറ്റാം. അങ്ങനെ ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടിമുത്തശ്ശിയും പോയി അയൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി എല്ലാവരും ചേർന്ന് പുലിയമ്മാവനെ കരകയറ്റി. കരയിലെത്തിയ പുലിയമ്മാവൻ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. ഹോ, അങ്ങനെ നമ്മുടെ ഉണ്ടൻ മുത്തശ്ശനും ഉണ്ടി മുത്തശ്ശിയും രക്ഷപ്പെട്ടു. കുഞ്ഞുമണികളെ, ഉണ്ടന്റെയും ഉണ്ടിയുടെയും കഥ, ഈ നാടോടി കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്നത്തെ ഈ കഥയോടൊപ്പം എനിക്ക് മറ്റൊരു കൊച്ചു കൂട്ടുകാരിയുടെ പേരുകൂടി പറയാനുണ്ട്. ഹൃതിക കിരൺ. ഹൃതിക മോളുടെ പിറന്നാളായിരുന്നു ഈ അടുത്ത്. ഹൃതിക മോൾ നമ്മുടെ ആപ്പിൾ സ്റ്റോറി ക്ലബിലെ കഥകളെല്ലാം കേട്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു. വളരെ സന്തോഷം. ഇനിയും ഇനിയും കഥകൾ കേൾക്കണം. കഥകൾ ഇഷ്ടമായോ എന്ന് നമ്മളെ അറിയിക്കുമല്ലോ അല്ലേ? ഹൃതിക കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മിടുക്കിയായിട്ട് വളർന്നു വരണം. ഇനി പറയാനുള്ളത് അച്ഛനമ്മമാരോടാണ്. കഥയോടൊപ്പം കുഞ്ഞുമക്കളുടെ പേരും പറയണം എന്നുണ്ടെങ്കിൽ ആ വിവരം ആപ്പിൾ സ്റ്റോറി ക്ലബിൽ അറിയിക്കുമല്ലോ അല്ലേ? എങ്ങനെ അറിയിക്കാൻ? അതിനുള്ള മാർഗം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുമല്ലോ അല്ലേ? അപ്പോൾ കുഞ്ഞുമണികളെ, ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.